നമുക്ക് മൂന്നാമത്തെ പ്രപഞ്ച നിയമമായ സമാന്തര നിയമത്തിലേക്ക് ലോ ഓഫ് കറസ്പോണ്ടൻസ് കടക്കാം. ഈ നിയമം ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങളെ എങ്ങനെ കൂട്ടിയിണക്കുന്നു എന്ന് നോക്കാം. 3. സമാന്തര നിയമം ലോ ഓഫ് കറസ്പോണ്ടൻസ്. ഈ നിയമത്തിൻ്റെ സാരം ലളിതമായി പറഞ്ഞാൽ മുകളിൽ എപ്രകാരമാണോ താഴെയും അപ്രകാരം, അകത്ത് എപ്രകാരമാണോ പുറത്തും അപ്രകാരം. ആസ് എബോ സോ ബിലോ, ആസ് വിതിൻ സോ വിത്തൗട്ട്. നമ്മുടെ പുറം ലോകത്ത് നാം കാണുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ കൃത്യമായ പ്രതിഫലനമാണെന്ന് ഈ നിയമം പറയുന്നു. ഭൗതിക സാഹചര്യങ്ങളിലെ വിശദീകരണം. നമ്മുടെ വീടോ ജോലി സ്ഥലമോ ശ്രദ്ധിച്ചാൽ ഈ നിയമം വ്യക്തമാകും. ഉദാഹരണം, ഒരാളുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണെങ്കിൽ അയാളുടെ മേശപ്പുറവും മുറിയും വസ്ത്രങ്ങളും പലപ്പോഴും ക്രമരഹിതമായി മെസ്സിയായി കിടക്കുന്നത് കാണാം. നേരെ മറിച്ച് ആന്തരികമായി അച്ചടക്കമുള്ള ഒരാളുടെ ചുറ്റുപാടുകൾ വളരെ വൃത്തിയുള്ളതായിരിക്കും. പ്രകൃതിയിൽ ഒരു ആറ്റത്തിൻ്റെ ഘടനയും ആറ്റംസ്, സൗരയൂഥത്തിൻ്റെ ഘടനയും സോളാർ സിസ്റ്റം തമ്മിലുള്ള സാമ്യം നോക്കുക. ഒരു ചെറിയ കണികയിൽ എന്ത് സംഭവിക്കുന്നുവോ അതിൻ്റെ വലിയ രൂപമാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ആത്മീയമായ വിശദീകരണം. നമ്മുടെ ഉള്ളിൽ ഭയവും ദേഷ്യവുമാണെങ്കിൽ ലോകം മുഴുവൻ ശത്രുക്കളാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ നമുക്ക് ചുറ്റും സ്നേഹമുള്ളവർ വന്നു ചേരും. സാരം: ലോകം ഒരു വലിയ കണ്ണാടിയാണ്. നീ ചിരിച്ചാൽ അത് ചിരിക്കും, നീ ദേഷ്യപ്പെട്ടാൽ അത് തിരിച്ചു ദേഷ്യപ്പെടും. നിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റണമെങ്കിൽ ആദ്യം നിന്റെ ആന്തരിക അവസ്ഥ, ഇന്റേണൽ സ്റ്റേറ്റ് മാറ്റണം. ജീവിതത്തെ നയിക്കാനുള്ള ഗുരുദർശനങ്ങൾ. ഈ നിയമം നിന്റെ ലക്ഷ്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം? 1. ആന്തരിക ശുദ്ധി. നിന്റെ ശരീരം ഒരു ദേവാലയമാണെന്ന് കരുതുക. ഉള്ളിൽ നല്ല ചിന്തകൾ നിറയ്ക്കുമ്പോൾ നിനക്ക് ചുറ്റും നല്ല അവസരങ്ങൾ തനിയേ വന്നു ചേരും. 2. ക്രമീകരണം, ഓർഡർ. നിന്റെ പഠനമുറിയും പുസ്തകങ്ങളും ക്രമമായി സൂക്ഷിക്കുക. പുറമേയുള്ള ആ ക്രമം നിന്റെ മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കാൻ സഹായിക്കും. 3. ഉത്തരവാദിത്വം. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ ഉള്ളിലെ ഏത് ഭാവമാണ് ഇതിന് കാരണം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിന്റെ വൈബ്രേഷൻ മാറ്റിയാൽ പുറം ലോകത്തെ മാറ്റാൻ നിനക്ക് സാധിക്കും. പുരാണത്തിലെ ഒരു കഥ, ദുര്യോധനനും ധർമ്മപുത്രരും. ഈ നിയമത്തെ വ്യക്തമാക്കുന്ന അതിമനോഹരമായൊരു കഥ മഹാഭാരതത്തിലുണ്ട്. ഒരിക്കൽ കൃഷ്ണൻ ദുര്യോധനനെയും യുധിഷ്ഠിരനെയും വിളിച്ച് ഓരോ ദൗത്യം നൽകി. ദുര്യോധനനോട് ലോകത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി വരാൻ പറഞ്ഞു. യുധിഷ്ഠിരനോട് ലോകത്തെ ഏറ്റവും മോശമായ ഒരു മനുഷ്യനെ കണ്ടെത്തി വരാനും പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം അവർ രണ്ടുപേരും തിരിച്ചെത്തി. ദുര്യോധനൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഒരുപാട് തിരഞ്ഞു, പക്ഷേ എനിക്ക് നല്ല ഒരാളെ പോലും കണ്ടെത്താനായില്ല. എല്ലാവരിലും എന്തെങ്കിലും ഒരു തിന്മയുണ്ട്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് മോശമായ ഒരാളെ പോലും കണ്ടെത്താനായില്ല. എല്ലാവരിലും എന്തെങ്കിലും ഒരു നന്മയുണ്ട്. എന്നേക്കാൾ മോശമായി ആരെയും ഞാൻ കണ്ടില്ല. പാഠം: ദുര്യോധനൻ്റെ ഉള്ളിൽ തിന്മയായതുകൊണ്ട് അയാൾക്ക് പുറത്തെ ലോകത്തും തിന്മ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ നന്മയായതുകൊണ്ട് എല്ലാവരിലും അദ്ദേഹം നന്മ ദർശിച്ചു. പുറം ലോകം എന്നത് നമ്മുടെ ആന്തരിക ഭാവത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ആദ്യം നിന്റെ ഉള്ളിൽ ദൃശ്യവൽക്കരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ പ്രപഞ്ചം അത് പുറത്ത് യാഥാർത്ഥ്യമാക്കും. സമാന്തര നിയമം ലോ ഓഫ് കറസ്പോണ്ടൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ ഒരു സത്യമാണ്. ഇതിനെ കൂടുതൽ ആഴത്തിൽ, ശാസ്ത്രീയമായും ലളിതമായും ഇനി വിവരിക്കുന്നു.
1. പ്രപഞ്ചത്തിൻ്റെ മാതൃക. ദ ഹോളോഗ്രാഫിക് യൂണിവേഴ്സ്. ഈ നിയമം പറയുന്നത് പ്രപഞ്ചം ഒരു ഹോളോഗ്രാം പോലെയാണെന്നാണ്. ഒരു ഹോളോഗ്രാമിനെ എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഓരോ ചെറിയ കഷ്ണത്തിലും മുഴുവൻ ചിത്രവും അടങ്ങിയിരിക്കും. ശാസ്ത്രീയ ഉദാഹരണം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും സെൽ നമ്മുടെ മുഴുവൻ ശരീരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ DNA അടങ്ങിയിരിക്കുന്നു. അതായത് ഒരു കോശത്തെ പഠിച്ചാൽ മുഴുവൻ മനുഷ്യനെയും പഠിക്കാം. ഗുരുപാഠം. അതുപോലെ നിന്റെ ആന്തരിക ലോകത്തെ മൈക്രോകോസം നീ ക്രമപ്പെടുത്തിയാൽ വലിയ പ്രപഞ്ചം മാക്രോകോസം നിനക്ക് അനുകൂലമായി ക്രമീകരിക്കപ്പെടും. 2. മനസ്സിൻ്റെ കണ്ണാടി. ദ മിറർ എഫക്റ്റ്. പുറം ലോകം എന്നത് വെറുമൊരു നിഴൽ മാത്രമാണ്. നിഴലിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. പകരം വെളിച്ചത്തിന് മുന്നിൽ നിൽക്കുന്ന വസ്തുവിനെ മാറ്റിയാൽ നിഴൽ തനിയെ മാറും. ഭൗതിക ഉദാഹരണം. നിന്റെ സാമ്പത്തിക സ്ഥിതിയോ ബന്ധങ്ങളോ മോശമാണെങ്കിൽ പുറത്ത് ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിന്റെ ഉള്ളിലെ അർഹതയില്ല എന്ന തോന്നലോ അല്ലെങ്കിൽ ഭയമോ ആണ് പുറത്ത് പ്രതിഫലിക്കുന്നത്. ഉള്ളിലെ ആ ചിന്തയെ മാറ്റി എനിക്ക് സാധിക്കും എന്ന വിശ്വാസം നിറയ്ക്കുമ്പോൾ പുറത്തെ സാഹചര്യങ്ങൾ അത്ഭുതകരമായി മാറുന്നത് കാണാം. ജീവിതത്തിൽ ഇത് പ്രയോഗിക്കാനുള്ള വിദ്യകൾ. 1. നിരീക്ഷണ പാടവം. നിനക്ക് ചുറ്റുമുള്ള ആളുകൾ നിന്നോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. അവർ ദേഷ്യക്കാരാണെങ്കിൽ നിന്റെ ഉള്ളിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ദേഷ്യത്തിൻ്റെ പ്രതിഫലനമാണോ അതെന്ന് ആത്മപരിശോധന നടത്തുക. 2. വാക്കുകളിലെ സൂക്ഷ്മത. എൻ്റെ ജീവിതം കഷ്ടപ്പാടാണ് എന്ന് നീ പറയുമ്പോൾ നിന്റെ ആന്തരിക ലോകത്ത് നീ ആ കഷ്ടപ്പാടിനെ ഉറപ്പിക്കുകയാണ്. പകരം ഞാൻ വളർച്ചയുടെ പാതയിലാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുക. 3. ശുചിത്വം. നിന്റെ പരിസരം എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കുക. പുറമേയുള്ള ആ അച്ചടക്കം നിന്റെ ചിന്തകളെയും ക്രമപ്പെടുത്തും. പുരാണത്തിലെ ഒരു ഉദാഹരണം ഹിരണ്യകശിപുവും പ്രഹ്ലാദനും. ഒരേ കൊട്ടാരത്തിൽ ഒരേ സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന 2 പേരായിരുന്നു ഹിരണ്യകശിപുവും മകൻ പ്രഹ്ലാദനും. ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ അഹങ്കാരവും ഈശ്വര വിരോധവുമായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ ശത്രുക്കളായി തോന്നി. ഒടുവിൽ ആ ഭയം തന്നെ അയാളുടെ നാശത്തിന് കാരണമായി. എന്നാൽ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ പരമമായ ശാന്തിയും ഭക്തിയുമായിരുന്നു. അതുകൊണ്ട് കത്തുന്ന തീയിലിട്ടപ്പോഴും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചപ്പോഴും പ്രഹ്ലാദന് അവയൊന്നും ദോഷം ചെയ്തില്ല. പ്രഹ്ലാദൻ്റെ ആന്തരികമായ ആ ശാന്തി പുറത്തുള്ള പ്രതികൂല സാഹചര്യങ്ങളെ പോലും അനുകൂലമാക്കി മാറ്റി. വത്സ, നിന്റെ ഉള്ളിലെ സമാധാനം പുറത്തെ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കാൻ പോന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ നിയമമായ ആകർഷണ നിയമത്തിലേക്ക്, ലോ ഓഫ് അട്രാക്ഷൻ, കടക്കാം. നിന്റെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് ഈ നിയമം പഠിപ്പിച്ചു തരും. നമുക്ക് തുടരാം.